ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനങ്ങൾ 34 5 തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ദൈവത്തെങ്കിലേക്ക് നോക്കിയ ഒരു മനുഷ്യനും ലജ്ജിച്ചു പോയിട്ടില്ല. മനുഷ്യൻ ലജ്ജിക്കപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് തൻ്റെ മക്കളുടെ മാന്യതയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. തൻ്റെ മക്കൾ അപമാനിക്കപ്പെടുന്നതോ തൻ്റെ മക്കൾ നിന്ദിക്കപ്പെടുന്നതോ ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ആഗ്രഹം, കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ ലജ്ജിക്കപ്പെടരുത്, നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ മുഖം എപ്പോഴും ആയിത്തീരണം, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവരുടെ അത് ആരുടെയാണ് അവിടെ പറയുന്നത്? ദൈവത്തെങ്കിലേക്ക് നോക്കിയവർ. നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് നോക്കാം. നമ്മുടെ എല്ലാ ദിവസത്തിൻ്റെയും പ്രാരംഭ സമയം തന്നെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് നോക്കാം. കർത്താവിലേക്ക് നോക്കി നമ്മുടെ ജീവിതം ആരംഭിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ദോഷങ്ങളൊന്നും സംഭവിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന പല മനുഷ്യരും അവരുടെ ജീവിതം ആരംഭിക്കുന്നത് ചിലപ്പം അവരുടെ സമ്പത്ത് നോക്കിയോ അവരുടെ ആരോഗ്യം നോക്കിയോ അവരുടെ കഴിവുകൾ നോക്കിയോ ഒക്കെ ആയിരിക്കും ആരംഭിക്കുന്നത്. എനിക്ക് കഴിവുണ്ടല്ലോ, എനിക്ക് സമ്പത്തുണ്ടല്ലോ എന്നൊക്കെ ഓർത്തായിരിക്കും ജീവിതം ആരംഭിക്കുന്നത്. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മളുടെ കഴിവിനേക്കാൾ നമുക്ക് ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ, കർത്താവിലേക്ക് നോക്കുന്നവരാണെങ്കിൽ, കർത്താവ് പറയാ, നാം അങ്ങനെയുള്ള ഒരാളുടെ പോലും മുഖം ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കുകയില്ല. നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ചിലപ്പോൾ ലജ്ജ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ യേശുവിലേക്ക് നോക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖം പ്രകാശിതരാകും. നമ്മുടെ മുഖത്തെ വിഷമങ്ങൾ മാറും, നമ്മുടെ മുഖത്തെ നിരാശകൾ മാറും, നമ്മുടെ മുഖത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നമുക്ക് സന്തോഷമുള്ള ഹൃദയത്തോടെ സന്തോഷമുള്ളവരായി ഇന്ന് പകൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മുടെ മുഖത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയട്ടെ, അത് കർത്താവ് മാറ്റിത്തരും, അത് കർത്താവ് മാറ്റി നമ്മളെ അനുഗ്രഹിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രകാശം തരും, പുതിയ നന്മകൾ തരും. ഇന്ന് നീ ഭയപ്പെടുന്ന ആ പ്രതിസന്ധി നിന്നെ തൊടിയേല, അതിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ കഴിയും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കാൻ അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഈ ദിവസവും നമുക്ക് സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. കർത്താവിൻ്റെ എല്ലാ നിറവും അനുഭവിക്കുന്ന ദിവസമായി തീരട്ടെ. ഞങ്ങളുടെ മുഖം ഏറ്റവും ശോഭിക്കുന്ന ദിവസമാക്കി കർത്താവ് ഇന്നത്തെ ദിവസത്തെ മാറ്റുന്നത് കൊണ്ട് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവിലേക്ക് നോക്കാം, നമ്മുടെ മുഖം പ്രകാശമുള്ളതായി തീരട്ടെ.